നമ്മുടെ നാടിൻ്റെ ഭംഗി കണ്ടാസ്വദിക്കാൻ പറ്റിയൊരു സമയമാണ് രാവിലെ സൂര്യനുദിച്ചു വരുന്ന സമയത്ത് എഴുന്നേറ്റാൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ. ആ സമയത്ത് കാണാൻ കഴിയുന്ന കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്നത്തെ യാത്ര രാവിലെ നേരത്തെ തന്നെ ആരംഭിച്ചു. പാലക്കാട് ജില്ലയിലെ പെരുവമ്പിലേക്കാണ് ഇന്ന് പോകുന്നത്. ഈ റോഡിൻ്റെ പ്രത്യേകത, റോഡിൻ്റെ രണ്ട് ഭാഗത്തും നെൽപ്പാടങ്ങൾ കാണാൻ കഴിയും. പെരുവമ്പിലുള്ള വേമ്പത്ത് മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. വഴി കൃത്യമായി അറിയാത്തത് കാരണം ഗൂഗിൾ മാപ്പാണ് ഇന്നത്തെ വഴികാട്ടി. മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് കയറിയാൽ തികച്ചും പാലക്കാടൻ അന്തരീക്ഷ. തിരക്കും ബഹളമൊന്നുമില്ലാത്ത തനി നാട്ടിൻപുറം. പോകുന്ന വഴിയിലുള്ള നെൽപ്പാടങ്ങളെല്ലാം പിന്നിട്ട് ഒരു കാടിൻ്റെ അന്തരീക്ഷത്തിലെത്തി. പാലക്കാട് ജില്ലയിൽ പെരുവമ്പ എന്ന സ്ഥലത്താണ് വേമ്പത്ത് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1000 വർഷത്തിനുമേൽ പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത് എന്നാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിനു ചുറ്റും കാടാണ്. ഏകദേശം 3 ഏക്കറോളം പരന്നു കിടക്കുന്ന കാടിന് നടുവിലായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലാണ് ഇപ്പം നിൽക്കുന്നത്. ഗൂഗിൾ മാപ്പും കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചു. ക്ഷേത്രത്തിന് മുന്നിൽ വരെ വണ്ടി കൊണ്ടുവരാൻ കഴിയും. ഇടയ്ക്ക് വഴി തെറ്റിയോ എന്ന സംശയം തോന്നിയെങ്കിലും വഴി തെറ്റിയിട്ടില്ല. ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നതും ആദ്യം കാണാൻ കഴിയുന്നത് ക്ഷേത്രത്തിന് മുന്നിലുള്ള ദീപസ്തംഭമാണ്. ദീപസ്തംഭത്തിൽ ഗ്ലാസിൻ്റെ ഒരു ഫ്രെയിമും കാണാൻ കഴിയുന്നുണ്ട്. പുനരുദ്ധാരണത്തിനുള്ള ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ക്ഷേത്രത്തിനകത്തേക്ക് പോവാം. വേനലായ കാരണം കരിഞ്ഞുണങ്ങിയ ഇലകൾ ഇവിടെ മുഴുവൻ വീണ് കിടക്കുന്നുണ്ട്. കാൽപ്പെരുമാറ്റം അധികമില്ലാത്ത സ്ഥലമാണിത്. എല്ലാ ദിവസവും ഇവിടെ രാവിലെ വിളക്ക് വയ്ക്കും. അല്ലാതെ പ്രത്യേകിച്ച് പൂജകളൊന്നും നടക്കാറില്ല എന്ന നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ്. അതുകൊണ്ടാണ് അധികം ആളുകളും ഇവിടേക്ക് വരാത്തത്. കുറച്ചുകൂടി മുന്നിലേക്ക് നടന്നു വന്നപ്പോൾ ഇവിടെ ബലിക്കല്ലും ശിവക്ഷേത്രങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന നന്ദിയും കാണാൻ കഴിയുന്നുണ്ട്. ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ പ്രതിഷ്ഠയോടൊപ്പം ബലിക്കല്ലുകളും പ്രതിഷ്ഠിക്കാറുണ്ട്. കുട്ടിക്കാലത്ത് എന്താണ് ഈ കല്ലുകളെന്ന് സംശയത്തോടെ പലരോടും ചോദിച്ചിട്ടുണ്ട്. അന്ന് നാട്ടിലുള്ളൊരു മുത്തശ്ശിയാണ് രസകരമായ രീതിയിൽ ബലിക്കല്ലുകളെക്കുറിച്ച് പറഞ്ഞു തന്നത്. ക്ഷേത്രത്തിലെ ദൈവം രാജാവാണെന്ന് വിചാരിച്ച ആ രാജാവിന് ചുറ്റും ഒരുപാട് ആളുകൾ കാണില്ലേ, അതാണ് ഇവിടുത്തെ ബലിക്കല്ലുകൾ. രാജാവിൻ്റെ സംരക്ഷകരാണ് അവരെന്നും പറഞ്ഞിരുന്നു. ഏതമ്പലത്തിൽ പോയാലും ബലിക്കല്ലുകൾ കാണുമ്പോൾ ആ മുത്തശ്ശിയെയും അവരന്ന് പറഞ്ഞ കാര്യങ്ങളുമാണ് ഓർമ്മ വരാറ്. ശിവന്റെ ക്ഷേത്രങ്ങളിൽ സാധാരണയായി കണ്ടുവരാറുള്ള നന്ദിയും ഇവിടെ കാണാൻ കഴിയും. അതും കരിങ്കല്ലിൽ പണിതെടുത്ത വലിയൊരു നന്ദിയുടെ ശില്പം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. സാധാരണ രീതിയിൽ നന്ദിയുടെ ശില്പം ഇരിക്കുക നമസ്കാര മണ്ഡപത്തിനുള്ളിലായിരിക്കും. എന്നാൽ ഇവിടെ നമസ്കാര മണ്ഡപം കാണാൻ കഴിയുന്നില്ല. നന്ദിയുടെ ശില്പത്തിന് ചുറ്റും കുറേ കരിങ്കല്ലുകളും വലിയ തൂണുകളെല്ലാം വീണ് കിടക്കുന്നുണ്ട്. മിക്കവാറും നമസ്കാര മണ്ഡപം നശിപ്പിക്കപ്പെട്ടിരിക്കാനാണ് സാധ്യത. അതിൻ്റെ അവശിഷ്ടങ്ങളായിരിക്കും നന്ദിക്ക് ചുറ്റും കാണാൻ കഴിയുന്നത്. ആ കാണുന്നതിനകത്തായിട്ടാണ് ശ്രീകോവിലിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ മഹാദേവൻ ആ ശ്രീകോവിലിനകത്താണ്. വളരെ അപൂർവമായി കാണുന്ന വൈദ്യനാഥ സങ്കല്പത്തിലാണ് ഇവിടുത്തെ ശിവപ്രതിഷ്ഠ. സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന രീതിയിലുള്ള ചുറ്റമ്പലമോ ക്ഷേത്രഗോപുരം, മണ്ഡപങ്ങൾ ഇതൊന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ അതിൻ്റെയെല്ലാം അവശിഷ്ടങ്ങൾ പല ഭാഗങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം കണ്ടുവരുന്ന രീതിയിലുള്ള സോപാനവും അതിലുള്ള കൊത്തുപണികളും ഇവിടെയും കാണാൻ കഴിഞ്ഞു. ശ്രീകോവിലിന് മുന്നിലായി കാണാൻ കഴിഞ്ഞതാണ് താണ്ഡവമാടുന്ന ശിവന്റെ രൂപമാണ് ഈ കല്ലിൽ കൊത്തിവച്ചിരിക്കുന്നത് എന്നാണ് വിശ്വസിച്ചു വരുന്നത്. അവിടെയാണ് ഗണപതിയുടെ പ്രതിഷ്ഠയുള്ളത്. പൂട്ടിക്കിടക്കുന്ന അമ്പലമാണെങ്കിലും പ്രാർത്ഥിക്കാനായി ഇവിടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ വരാറുണ്ട്. പൂജകളൊന്നും ഇവിടെ നടത്തുന്നില്ലെങ്കിലും ദൈവസാന്നിധ്യം ഇപ്പോൾ ഇവിടെയുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചു വരുന്നത്. കത്തുന്നൊരു വിളക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ശരിക്കും ഒന്ന് ആഗ്രഹിച്ചു പോയി. ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ വിളക്ക് കത്തുന്നത് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ്. പ്രത്യേകിച്ചും ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ മരങ്ങൾക്കും ചെടികൾക്കും ഇടയിലൂടെയെല്ലാം ആ വിളക്ക് കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. പ്രകൃതിയെ അടുത്തറിഞ്ഞ് പ്രകൃതിയെ ആരാധിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണത്. ശരിക്കും ക്ഷേത്രങ്ങളും കാവുകളും ഇതുപോലുള്ള സ്ഥലത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യേണ്ടത്. ക്ഷേത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളാണ്. ഏകദേശം ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിയാറായി. ഒരു ക്ഷേത്രമായ കാരണം ക്ഷേത്രത്തിൽ പാലിക്കേണ്ട മര്യാദകളെല്ലാം പാലിച്ച് ഈ ക്ഷേത്രം വന്ന് കാണാൻ ശ്രമിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ക്ഷേത്രമായ കാരണം ചെരുപ്പിടാതെ വേണം ഇതുവഴി നടക്കാൻ. സാധാരണ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന പോലെ മഹാദേവൻ്റെ ശ്രീകോവിലിനടുത്തായി ഒരു കിണറുമുണ്ട്. ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്ന കാരണം കിണറിൻ്റെ അടുത്തേക്കൊന്നും ഞാൻ പോയില്ല. ഇനി ഇവിടെ കാണാൻ ബാക്കിയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ 3ാമത്തെ പ്രതിഷ്ഠയിരിക്കുന്ന ശ്രീകോവിലും പരിസരവുമാണ്. അതായത് സേതുമാധവൻ എന്ന പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലം.
മഹാവിഷ്ണുവാണ് സേതുമാധവൻ എന്ന് എവിടെയോ കേട്ടിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചില ഭാഗങ്ങളിൽ വീണുകിടക്കുന്ന കരിങ്കല്ലുകളും തൂണുകളും എല്ലാം കാണാൻ കഴിയും. അങ്ങനെയൊന്നാണ് ഈ കാണുന്നത്. പണ്ട് ഇവിടെ ഒരു ശ്രീകോവിലുണ്ടായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. അധികം ആളും അനക്കവുമില്ലാത്ത കാരണം ഈ വീണുകിടക്കുന്ന കരിയിലകൾക്കിടയിൽ ഉഗ്രവിഷമുള്ള പാമ്പുകൾ കാണാൻ സാധ്യതയുണ്ട്. കാടും കാവുമെല്ലാമായ കാരണം ഇത് അവരുടെ സ്ഥലമാണ്. ഇവിടെ വയ്ക്കുന്ന ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കാൻ നോക്കുക. മഹാദേവൻ്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠയിരിക്കുന്ന സ്ഥലങ്ങൾ കണ്ടു. ഇനി ഇവിടെ ഒരു പ്രതിഷ്ഠ കൂടിയുണ്ട്, സേതുമാധവൻ. ഈ കാണുന്ന ശ്രീകോവിലിനകത്താണ് ഇവിടുത്തെ മൂന്നാമത്തെ പ്രതിഷ്ഠയിരിക്കുന്നത്. നടയടച്ച് കിടക്കുവാണെങ്കിലും ഇവിടെ ചുറ്റുവട്ടത്തുള്ള നാട്ടുകാർ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.